140 ന്യൂസ് ഇപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുൻപിലാണ്. ആശാ വർക്കേഴ്സിന്റെ സമരം ഇവിടെ തുടരുന്നത് കാണാം. 36 ദിവസമായിട്ടും ആശാ വർക്കേഴ്സ് രാപ്പകൽ സമരത്തിലാണ്. അവർ അർഹിച്ച ഒരു ആനുകൂല്യം സർക്കാരിൽ നിന്ന് ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഇന്ന് 36ാമത്തെ ദിവസം സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുക എന്നൊരു തീരുമാനമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത്. ആശമാർക്ക് ഓണററി വർദ്ധിപ്പിക്കുക, അതേ കണക്ക് തന്നെ വിരമിക്കൽ എമൗണ്ട് ആയിട്ട് 5 ലക്ഷം രൂപ നൽകുക, ഇതൊക്കെയാണ് സർക്കാരിനോട് ആശമാർക്ക് പറയാനുള്ളത്. ഇത്ര ദിവസമായിട്ടും അവർക്ക് വേണ്ടി ഒരു നടപടിയും സർക്കാരിൽ നിന്ന് ഉണ്ടാകാത്തത് കൊണ്ട് തന്നെയാണ് അവരിന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാനായിട്ട് തീരുമാനിച്ചത്. നീണ്ട 36 ദിവസമായി നമ്മളിവിടെ ഓരോ ദിവസം തള്ളി നീക്കുന്നത് എങ്ങനെയെന്ന് ഇവിടുത്തെ ആശമാർക്കും വ്യക്തമായി ഇവിടുത്തെ ഓരോ ചാനൽ മെമ്പേഴ്സിനും എല്ലാവർക്കും അറിയാം. പക്ഷെ ഓരോ ദിവസത്തെ സമരം പിന്നിടുമ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നമ്മുടെ ആരോഗ്യ വകുപ്പ്, നമ്മുടെ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ആദ്യം പറഞ്ഞു ഇത് അനാവശ്യ സമരമാണെന്ന്. രണ്ടാമത് അടുത്ത ആള് പറഞ്ഞു ഇത് അരാജക സമരമാണെന്ന്. ഇങ്ങനെ ഇപ്പൊ ഓരോ ഘട്ടത്തിലും നമ്മളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പല പല രീതിയിൽ ഓരോ നേതാക്കന്മാരും നമ്മളെ ഭരിക്കേണ്ട, നമുക്ക് നേതൃത്വത്തിൽ നിൽക്കുന്ന, നമുക്ക് നല്ല വഴി പറഞ്ഞു തരണ്ട, നമ്മുടെ മേലേക്ക് ഇത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടുള്ള പൊതുജന സേവനത്തിന് വേണ്ടി ഒത്തിരിയേറെ കാര്യങ്ങൾ ആശമാരെന്ന നിലയിൽ, ആരോഗ്യ സേവനം എന്ന നിലയിൽ നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ കൈ പിടിച്ച് ഉയർത്തേണ്ട നമ്മുടെ അധികാരി വർഗങ്ങളും എല്ലാം നമ്മളെ ഓരോരുത്തരെയും ഓരോ സ്റ്റെപ്പായിട്ട് നമ്മളെ ചവിട്ടി താഴ്ത്തുകയാണ്. അതിന്റെ ഭാഗമായി ഇന്ന് നടത്തുന്ന ഈ ഉപരോധ സമരം നമ്മൾ ഇതിനു മുന്നേ പല പല ഘട്ടങ്ങൾ സമാധാനപരമായി പിന്നിട്ട് കഴിഞ്ഞു. പക്ഷെ ഇന്ന് അവസാന ഘട്ടം, രണ്ടാമത്തെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടുകൊണ്ടുള്ള രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ ഈ ഉപരോധ സമരത്തിലേക്ക് കടക്കുമ്പോൾ അതിനു മുന്നേ മുതൽ അവര് ചരട് വലിച്ചു തുടങ്ങി. പാലിയേറ്റീവ് സർവീസ്, അതിന് എങ്ങനെ സർവീസ് നമ്മൾ എങ്ങനെ പ്രാപ്തരാകണം എന്നതിനുള്ള ഭയങ്കര വലിയ ട്രെയിനിങ് ആണ് ഇന്ന് നമുക്ക് തരുന്നത്. അതുപോലെ ഇമ്മ്യൂണൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ഷെഡ്യൂൾ, 2ഓ 3ഓ എത്രയോ ഷെഡ്യൂൾ എന്ന് നമുക്ക് അറിയില്ല. കാരണം എന്തുകൊണ്ടാണ്? ആശമാർക്ക് ആർക്കെങ്കിലും കുത്തിവെക്കാൻ അറിയാമോ? പിള്ളേരെ കുത്തിവെക്കാൻ അറിയാമോ? ആർക്കും കുത്തിവെക്കാൻ അറിയില്ല. പക്ഷെ ഇതിനു മുന്നേ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം, കുട്ടികളെ കുത്തിവെക്കുമ്പോ എവിടെ കുത്തിവെക്കണം, കുട്ടികളുടെ ഏത് സ്ഥലത്ത് കുത്തിവെക്കണം, ഓരോ ഇടം, കാല്, കയ്യ്, തൊട, ഈ ഭാഗങ്ങളൊക്കെ ആശമാർ അറിഞ്ഞിരിക്കണം എന്ന് ഒരു മുമ്പേ ഒരു സർക്കുലർ, ഒരു അറിയിപ്പ് നമുക്ക് തന്നിട്ടുണ്ടായി. എന്താ അതിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവർക്ക് അറിയില്ലായിരിക്കും. നമ്മളെ അത് പഠിപ്പിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാവോ? ഈ കുത്തിവെക്കുന്ന ആളുകൾക്ക് മിസ്റ്റേക്ക് വന്നാൽ ആശമാർക്ക് മിസ്റ്റേക്ക് വരാൻ പാടില്ല എന്ന്. അതെന്താ അർത്ഥം എനിക്ക് മനസ്സിലാവണില്ല. നമ്മളാണ് കുത്തിവെക്കണേ. ഈ കൊച്ചിനെ കുത്തിവെക്കുന്ന BCG, പെൻഡ, DPT, ഇത് ഏത് വഴി പോകണമെന്ന് ഏതെങ്കിലും ഒരാശയ്ക്ക് അറിയാവോ? ജനറൽ നഴ്സിംഗ് ഏതെങ്കിലും കഴിഞ്ഞ ഒരാശയുണ്ടെങ്കിൽ അവർക്ക് അറിയാമായിരിക്കും. പക്ഷെ ഇന്ന് ഇഞ്ചക്ഷൻ ഷെഡ്യൂളൊക്കെ ഒത്തിരി മാറിപ്പോയി. ആശമാര് വന്നിട്ട് 18 വർഷമായി. 18 വർഷത്തിന് മുന്നേ വന്ന ഷെഡ്യൂളിലുള്ള ഇഞ്ചക്ഷൻ അല്ല ഇപ്പൊ ഉള്ളത്, അല്ലേ? അപ്പൊ ഈ ഇഞ്ചക്ഷനൊക്കെ എങ്ങനെയാണെന്ന് ആശമാർ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താ? നമ്മളെ പിന്നോട്ട് വലിക്കുക എന്ന് മാത്രമുള്ള ഉദ്ദേശമുള്ളൂ. ഞങ്ങളൊക്കെ ആ ട്രെയിനിങ് കണ്ടിട്ട് പുല്ല് വില കൊടുത്തില്ല എന്നുള്ളതാണ്. ഞങ്ങൾ 2-3 ആശമാർക്ക്, 31 ആശമാരുള്ള ഞങ്ങളുടെ സെന്ററിൽ ഞങ്ങൾ 2-3 ആശമാർക്ക് ഒരു 10 പൈസ ഈ ഫെബ്രുവരിയിൽ ഓണറേറിയം വന്നപ്പോ തന്നില്ല. കാരണം എന്താ? ഞങ്ങൾ സമരത്തിന് പോയത് കൊണ്ട് ഞങ്ങളുടെ ഫണ്ട് മൊത്തം പിടിപ്പിച്ചു വെച്ചേക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് സമരം 36ാം ദിവസം. നമുക്ക് ഇവിടെ ഒരു സർക്കാരുണ്ട്. സർക്കാർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്ത്രീ സുരക്ഷ ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. എല്ലായിടത്തും എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് ബസ്സിലെല്ലാം എഴുതി ഒട്ടിച്ചിട്ടുണ്ട് ടോൾ ഫ്രീ നമ്പർ. സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ വിളിക്കുക, ഞങ്ങൾ അവിടെ എത്തും. പക്ഷേ 36 ദിവസമായിട്ട് ഇവിടെ ഇരിക്കുന്ന ആശമാരെന്താണ്? സ്ത്രീകളല്ലേ? സർക്കാരെ, നിങ്ങളുടെ ഫീമെയിൽ ലിസ്റ്റിൽ ആശമാരെ ഉൾപ്പെടുത്തിയിട്ടില്ലേ? എന്റെ ഒരു സംശയമാണ്. നമുക്കറിയാം, നമ്മുടെ ബഹുമാനിയായ മാഡം കുറച്ച് കണക്കിന്റെ ഇന്ദ്രജാലം കാണിച്ചു. മുതുകാട് പോലും അന്തം വിട്ടിരിക്കുകയാണ് ഈ കണക്കിട്ട്. ഏറ്റവും വലിയ മായാജാലക്കാരനാണ് മുതുകാട്. പുള്ളി വിചാരിക്കുകയാണ് എന്നെക്കാൾ ഇന്ദ്രജാലം പഠിച്ച ആള്
എല്ലാ സ്ഥലത്തും എന്നെ ട്രെയിനിങ് വെച്ചു. ആശമാരെ പേടിപ്പിക്കാൻ നിങ്ങളെ പിരിച്ചുവിടുമെന്ന് ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല. കാരണം ഈ കോവിഡ് സമയത്ത് ഈ പറഞ്ഞ മന്ത്രിമാരെല്ലാം പെരയടച്ച് പെരയ്ക്കാതിരുന്നപ്പോൾ ഇവരെ പോലും നമ്മൾ കണക്കാക്കാതെ സ്വന്തം കുടുംബത്തെ നോക്കാതെ ആ കോവിഡ് കാലത്ത് നമ്മുടെ ഈ സമരം പൊളിക്കാൻ CI2-ന്റെ ആശമാര് വീടിലിറങ്ങി ജനങ്ങൾ അടിച്ചോടിച്ചു. പൊതുജനങ്ങൾ ചോദിച്ച ചോദ്യം നാണമില്ലേ? ഈ വെയിലത്തും മഴയത്തും സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നിന്ന് സമരം ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കാതെ നിങ്ങൾ എന്തിനാണ് ഇറങ്ങിയത്? ഞങ്ങൾ വിവരം തരില്ല, വന്നെടുത്ത് തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. സർക്കാരെ, നിങ്ങൾ ആശമാരെ ഉണ്ടാക്കി കാണിച്ച് ആശമാര് പിന്തിരിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. നിങ്ങൾ ആ കണക്ക് പുസ്തകം കീറിക്കളഞ്ഞേക്കോ. നിങ്ങൾക്ക് ഈ സ്ത്രീ തൊഴിലാളികളെ ഈ ടാർപ്പൈ മേടിച്ചിരുന്ന് മഴയത്ത് ടാർപ്പഴിച്ചു മാറ്റിയാൽ ആശമാര് പൊത്തിൽ ഓടി ഒളിക്കുമെന്ന് വിചാരിച്ചോ സർക്കാര്? ഞങ്ങൾ മഴയത്തും വെയിലത്തും പണിയെടുക്കുന്ന ആശമാരാണ്. കോവിഡിനെ പേടിക്കാത്ത ഞങ്ങൾ മഴയെ പേടിച്ച് ഓടുമെന്ന് കരുതിയോ? നിങ്ങളുടെ പരിപ്പ് ഞങ്ങളുടെ കലത്തിൽ വേണ്ട. പിന്നെ സപ്രപഞ്ചം എന്ന് പറയുന്നത്, ചക്ര കസേര എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ നിന്ന് സംബന്ധ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഞങ്ങൾ ഉൾപ്പെടെ വോട്ടിട്ട് ജയിച്ചിട്ടാണ് നിങ്ങൾ കയറിയ കസേരയിൽ ഇരുന്ന് ലക്ഷക്കണക്കിന് രൂപ കൊള്ളയടിച്ച് നിങ്ങൾക്ക് കണ്ണാടി മേടിക്കാൻ 15 ലക്ഷം രൂപ, ആശമാർക്ക് ഒരു ദിവസം 232 രൂപ. നിങ്ങൾക്ക് കണ്ണു രോഗമുള്ള നിങ്ങൾ എന്തിനു മത്സരിച്ചു? കേരളം നമ്പർ 1 ആരോഗ്യ മേഖലയിൽ നമ്പർ 1. നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു ജലദോഷം വന്നാൽ നേരെ ഓടും എവിടെ? ആ ഫ്ലൈറ്റിന്റെ ടിക്കറ്റിന്റെ പൈസ ഞങ്ങളും കൂടെയാണ് സർക്കാര്. കിട്ടിയ വകയല്ല. ഞാനിതിവിടെ പറഞ്ഞതുകൊണ്ട് എനിക്കെതിരെ നടപടിയെടുത്ത് എന്നെ സ്റ്റേഷനിൽ കയറ്റിയാൽ എനിക്കൊരു പേടിയില്ല. സുഖമായിട്ട് നമ്മളവിടെ കിടക്കും. ഈ നെറ്റ്വർക്ക് ഇവർക്ക് മനസ്സിലാവില്ല. നമ്മളുടെ നെറ്റ്വർക്ക് എന്താണെന്ന്. ഇവിടെ ആയിരങ്ങൾ വന്ന് ചേരുമ്പോഴത്തേക്ക് ഇത് പരസ്പരം അറിയില്ല, ഞങ്ങൾ പരസ്പരം അറിയാത്തവരാണ് എന്നാണ് ഇവർ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ഹൃദയങ്ങളാണ് ഒന്നു ചേർന്നിരിക്കുന്നത്. ആ ഹൃദയം, ഒരു ഹൃദയത്തിന് മറ്റൊരു ഹൃദയത്തെ അറിയാൻ കഴിയും. അപ്പൊ നിങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് ചുരിദാർ വിട്ടുകൊണ്ട് പോലീസുകാരൊക്കെ ഇങ്ങോട്ട് ഇതിന്റെ ഇടയ്ക്ക് കയറ്റി വിടാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. ഇത് നെറ്റ്വർക്ക് വേറെയാണ്, നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലത്. അപ്പൊ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതൊക്കെ ഒറിജിനലാണ്, ഡ്യൂപ്ലിക്കേറ്റിനെയൊക്കെ ഞങ്ങൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഏതാനും നിമിഷങ്ങൾക്കകം കേരളത്തിലെ വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക നായകന്മാർ ഇവിടെ എത്തിച്ചേരും നമ്മുടെ ഈ ഉപരോധ സമരത്തെ അഭിസംബോധന ചെയ്യുവാൻ. കാസർഗോഡ് നിന്നും പാറശാല വരെയുള്ള ആശാ സഹോദരിമാർ ഈ തെരുവിലെത്തിയിരിക്കുകയാണ്. ന്യായമായ ഡിമാൻഡുകൾ
ഈ സമരത്തെ അന്യായം എന്ന് പറയുന്ന സർക്കാർ, അനാവശ്യമെന്ന് പറയുന്ന മന്ത്രിമാർക്ക് അനാവശ്യമാണ്. കാരണം അവർ 232 രൂപയ്ക്കല്ല ജീവിക്കുന്നത്. നാട്ടുകാരൻ കൊടുക്കുന്ന നികുതിപ്പണത്തിൽ എല്ലാ സുഖങ്ങളും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ ഏവരുടെയും പ്രിയങ്കരനായ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വി കെ സദാനന്ദൻ സാറിനെ ഏറെ ബഹുമാനത്തോടെയും ആദരവോടെയും ക്ഷണിക്കുകയാണ്. അവരെല്ലാവരും നിങ്ങളെ 36ാമത്തെ ദിവസം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിനോദാത്മകമായ സമരത്തിൽ അവരുടെ എല്ലാം മനസ്സിലുണ്ട്. നിങ്ങളെ പരിശോധിച്ചു നിങ്ങൾക്കറിയാവുന്നവരെല്ലാം അവരെല്ലാവരും നിങ്ങൾ ഈ സമരത്തിലുണ്ട്. ഇപ്പൊ കരീമിന് സമരം എന്ന് പറയുമ്പോ പുച്ഛം. പിന്നെ EP ജയരാജ് അവരൊക്കെ ഈ വെറും പൊള്ളയായ ആളുകളാണെന്നുള്ള ഇപ്പൊ മനസ്സിലായില്ലേ? ഇവരൊക്കെ ഇപ്പൊ തിന്നു കൊഴുത്ത് തൊഴിലാളികളുടെ പേരിൽ തിന്നു കൊഴുത്ത് നടക്കാൻ വയ്യാതായപ്പോഴാണ്. ഞാൻ പറയുന്നു, പിണറായി വിജയൻ നിങ്ങൾ അവിടെ ഗവർണറുമായി പോയി കേന്ദ്രമന്ത്രിയെ കാണാൻ പോയല്ലോ, ഒരു വാക്ക് നിങ്ങൾക്ക് ആത്മാർത്ഥമുണ്ടെങ്കിൽ ഒരു വാക്ക് നിങ്ങൾ പറയുന്ന കേന്ദ്രം ഒരു വാക്ക് ആശാ വർക്കർമാർ അവിടെ 10-35 ദിവസമായിട്ട് സമരം ചെയ്ത ആ കാര്യത്തിൽ ഒന്ന് ഇടപെടണം. ഒരു വാക്ക് ധനകാര്യമന്ത്രിയോട് പറഞ്ഞു. വളരെ ത്യാഗപൂർവ്വമാണ്. ഞാൻ പറയാൻ എളുപ്പമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഒരുപാട് ത്യാഗം. ആ സമരത്തിന്റെ എല്ലാം പിന്നിൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ സമര സഹായങ്ങൾക്ക് എന്റെ ഹൃദയത്തിന്റെ സാക്ഷിയിൽ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ധീരോദാത്തമായി 36 ദിവസമായി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അതിജീവന സമരം നടത്തുന്ന ആശാ വർക്കർമാരെ ഒന്നുകൂടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ചരിത്രം നമ്മുടെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ചരിത്രമാണ് എന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ചരിത്രത്തിലെ, ലോക സമര ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഏടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്ത്രീകളുടെ മുൻകൈയിൽ, ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ മുൻകൈയിൽ ഏറ്റവും തീഷ്ണമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്വന്തം നേതൃത്വവുമായി മുന്നോട്ട് വന്നിരിക്കുന്ന ഈ സ്ത്രീകളെ അഭിവാദ്യം ചെയ്യുന്നതിന് ലോകം മുഴുവൻ ഇന്ന് സന്നദ്ധമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവും MLA-യുമായ ശ്രീ രമേശ് ചെന്നിത്തല സാറ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നിരവധി തവണ നമ്മുടെ സമരപ്പന്തലിൽ വന്ന് ഐക്യദാർഢ്യം അറിയിച്ചു. ആദ്യമേ അദ്ദേഹം വന്നതിന് ശേഷം നമ്മുടെ ആരോഗ്യമന്ത്രിയെ വിളിച്ച് നമ്മളുമായി ചർച്ച നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം അദ്ദേഹമാണ് ഒരുക്കിയത്. ഏറെ സന്തോഷത്തോടുകൂടി നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവും MLA-യുമായ ശ്രീ രമേശ് ചെന്നിത്തല സാറിനെ ഏറെ ആദരവോടെ ക്ഷണിക്കുക. പ്രിയപ്പെട്ടവരെ, ആശമാർ നടത്തുന്ന ഈ സമരത്തിന് സമ്പൂർണമായ പിന്തുണ പ്രഖ്യാപിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. നിങ്ങള് വെയിലും മഴയും കൊണ്ട് കഴിഞ്ഞ 36ാമത്തെ ദിവസമാണ് ഇപ്പോൾ ഈ സമരം നടത്തുന്നത്. 36 ദിവസമായി സമരം നടത്തിയിട്ടും കേരള മുഖ്യമന്ത്രിയുടെ കണ്ണ് തുറക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നിങ്ങൾ നടത്തുന്ന സമരം വളരെ ന്യായമാണ് എന്നെല്ലാവർക്കും അറിയാം. ആ ന്യായമായ സമരത്തോട്, സമരം ചെയ്യുന്നവരോട് ഒരു ചർച്ച ചെയ്യാൻ പോലും എന്തുകൊണ്ടാണ് ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാർ തയ്യാറാകാത്തത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കേരള മുഖ്യമന്ത്രി അടിയന്തരമായി ഈ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം കാണാനുള്ള ഉത്തരവാദിത്തമുള്ള ആളാണ്. 36 ദിവസക്കാലമായി ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിങ്ങൾ നടത്തുന്ന സമരത്തെ പരാജയപ്പെടുത്താൻ സർക്കാർ പല മാർഗങ്ങളും നോക്കുന്നുണ്ട്. ആ മാർഗങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേർന്ന ആശാ വർക്കർമാരെ അഭിവാദ്യം ചെയ്യാനും നിങ്ങളെ അഭിനന്ദിക്കാനും ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കടുംപിടുത്തമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആരോഗ്യമന്ത്രിയോട് ഞാൻ
ഇവിടെ വന്ന സന്ദർഭത്തിൽ ആരോഗ്യമന്ത്രിയുമായി ഞാൻ സംസാരിച്ചിരുന്നു. ആദ്യഘട്ടത്തിലാണ്, 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു. ആദ്യ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചർച്ച ചെയ്യിച്ചു. അത് കഴിഞ്ഞ് അത് പോരാ എന്ന് ഞാൻ വീണ്ടും പറഞ്ഞപ്പോൾ ആരോഗ്യമന്ത്രി തന്നെ ചർച്ച ചെയ്തു. പക്ഷെ ആരോഗ്യമന്ത്രി മാത്രം വിചാരിച്ചാൽ തീരുന്നൊരു കാര്യമല്ല ഇത്. അവർക്ക് ചെയ്യാവുന്ന 1-2 കുടിശ്ശികയുടെ കാര്യത്തിലൊക്കെ തീരുമാനം അവരെടുത്തു. പക്ഷേ മറ്റ് കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ട മുഖ്യമന്ത്രി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? മുഖ്യമന്ത്രിയോട് സംസാരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ഫോണിൽ ആവശ്യപ്പെട്ടു. എന്നിട്ടും അദ്ദേഹം തയ്യാറാകുന്നില്ല. ആശമാരോട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അവഗണന അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ സമരം അതിരൂക്ഷമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാതുകുത്താനെപ്പവരും നിന്റമ്മവന്മാര് പൊന്നോ. BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രനെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരിമാരെ, കേരളത്തിന്റെ അഭിമാന നക്ഷത്രങ്ങളെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധം വെച്ച സമയത്ത് തന്നെ ഈ സമരം പൊളിക്കാൻ ട്രെയിനിങ് വെച്ചിരിക്കുകയാണ് ആശാ വർക്കർമാർ. ഇത്രയും കാലം ട്രെയിനിങ് ഇന്ന് വെച്ചിരിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ ഒരു ചെപ്പടി വിദ്യയും വിജയിക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ ആയിരക്കണക്കിന് ആശാ വർക്കർമാർ. ആദ്യം പറഞ്ഞു ഇത് ഞങ്ങളെ ഉത്തരവാദിത്തമല്ല, അല്ലെ? സംസ്ഥാനത്തിന്റെ യാതൊരു ഉത്തരവാദിത്വമില്ല, എല്ലാം കേന്ദ്രത്തിന്റെ തലയിലാണ്. അത് കഴിഞ്ഞ് കേന്ദ്രം കാര്യങ്ങളെല്ലാം വിശദമാക്കിയപ്പോ ഇവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞു ഞാനെല്ലാം ശക്തമായിട്ട് കേന്ദ്രത്തോട് ആവശ്യപ്പെടും. ഒരാവശ്യപ്പെടലുമില്ല. ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആള് ഡൽഹി പോയിട്ട് BJPയുടെ മന്ത്രിമാരെ എല്ലാം സുരക്ഷിക്കുകയും തിരുവനന്തപുരത്ത് വന്ന് കേന്ദ്രവിരുദ്ധ പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആശാ വർക്കർമാരുടെ സമരം കൊടുമ്പിരികൊള്ളുമ്പോഴാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണുന്നത്. നമ്മുടെ ഇടനിലക്കാരൻ, എന്താ അദ്ദേഹത്തിന്റെ കേരളത്തിന്റെ പ്രതിനിധി, ഇടനിലക്കാരനല്ല കേരളത്തിന്റെ പ്രതിനിധി. പ്രിയപ്പെട്ടവരെ, വഞ്ചനാപരമായ നിലപാടാണ്. സംസ്ഥാനത്തിനൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ആശാ വർക്കർമാര് സമരം ചെയ്യുന്നവരോട് പ്രതിഷേധിക്കുന്നത്, അവരോടെന്തിനാണോ നിരാധന ബുദ്ധിയോടുകൂടി പെരുമാറുന്നത്? AKG സെന്ററിലെ അടിച്ച് തള്ളിക്ക് വരുന്ന നമ്മുടെ അതിഥി തൊഴിലാളി ബംഗാളി തൊഴിലാളികൾക്ക് 1100 രൂപയാണ് ഗോവിന്ദം കൊടുക്കുന്നത്. 1100 ബംഗാളി നമ്മുടെ അതിഥി തൊഴിലാളികൾക്ക് 1100 രൂപയും അതിഥി തൊഴിലാളികൾക്ക് കിട്ടുന്ന ഒരു നാട്ടിൽ ആശാ വർക്കർമാർ ഒരു 21,000 രൂപ ചോദിക്കുന്നത് ഇത്ര വലിയ അപരാധമാണോ? ഈ ചോദ്യമാണ് കേരളത്തിലെ ആശാ വർക്കർമാർ ചോദിക്കുന്നത്. സമരം ചെയ്യുന്നവരുടെ സംഘടനയെ കൂടി നോക്കിയാൽ അവരാരാണെന്ന് നോക്കിയിട്ടല്ല, അവര് ന്യായമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നു. അവരെ പിന്തുണയ്ക്കുക എന്നുള്ളത് എല്ലാ നല്ല മനുഷ്യരുടെയും കടമയാണെന്ന് മനസ്സിലാക്കുന്നു BJP. ഈ പോരാട്ടം ചർച്ച ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഇവിടെ സമരം ചെയ്യുന്ന ഓരോരുത്തർക്കും അഭിമാനിക്കാം. ഇവിടെ നിന്നും ഈ സമരത്തിന്റെ ഉൽപ്പന്നമായി ലഭിക്കുന്ന അവകാശങ്ങൾ നിങ്ങൾക്ക് കേരളത്തിലെ ആശാമാർക്ക് മാത്രമല്ല, ഇന്ത്യയിൽ ഒട്ടാകെയുള്ള, ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലുമുള്ള ആശാമാർക്കും കൂടി ലഭ്യമാകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഏറ്റവും ന്യായമായ ആവശ്യങ്ങൾ 232 രൂപ എന്ന തുച്ഛവേതനത്തിൽ, അതും കൃത്യമായി ലഭിക്കാതെ സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആശാ വർക്കേഴ്സ്. കോവിഡ് കാലത്ത് മനോഹരമായ ഒരുപാട് പ്രസംഗം നമ്മൾ കേട്ടു. മാലാഖമാരെന്നൊക്കെ വിളിപ്പേര് കിട്ടി. ആശാമാരുടെ പേരിൽ മന്ത്രിമാർ ഒരുപാട് അവാർഡുകളും വാങ്ങിച്ചു. കോവിഡ് കാലത്ത് മനുഷ്യരാരും പുറത്തിറങ്ങാൻ കഴിയാതിരുന്ന ഒരു സമയത്ത്, പുറത്തിറങ്ങുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമയത്ത്, ആ നിയന്ത്രണങ്ങളെ ഒഴിവാക്കി നിങ്ങളോട് പ്രവർത്തിക്കാൻ പറഞ്ഞു.
ജീവൻ പണയപ്പെടുത്തി ആശാമാർ പോയി. ആ കോവിഡ് കാലത്ത് പ്രവർത്തിച്ചു. നിരവധി സഹോദരിമാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ പ്രവർത്തിച്ച ആശാമാരാണ്, ആശാ വർക്കേഴ്സാണ്. അവരുടെ ന്യായമായ ആവശ്യം. ഇപ്പോൾ ഭരിക്കുന്ന ആളുകൾ വൈരുദ്ധ്യങ്ങളാണ് പറയുന്നത്. ശ്രീ സദാനന്ദൻ, ബിന്ദു, മിനിയുമെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കുറേയായ അധിക്ഷേപങ്ങൾ കേൾക്കുകയാണ്. കുടുംബങ്ങളെ വരെ അധിക്ഷേപിക്കുന്നുണ്ട്. തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണെന്ന് പറയുന്നവർ, ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവരെല്ലാം ഇരുത്തിക്കൊണ്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ സമരത്തിന് വന്ന ആളുകളെ പാട്ടവർഗികൾ, കൃമികീടങ്ങൾ എന്ന് ആക്ഷേപിച്ചിട്ട് നിങ്ങൾ മാറി എന്നൊരു പാട്ടങ്ങോട്ട് പാടും. മനുഷ്യനാകണം, മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ. പാട്ടുകൊള്ളാം. എന്നിട്ടോ മാറി നിന്ന് ആക്ഷേപിക്കുന്നതോ, മാറി നിന്ന് ആക്ഷേപിക്കുന്നതോ കൃമികൾ, കീടങ്ങൾ, പാട്ടുവർഗികൾ, ദുഷ്ടജീവികൾ എന്നിട്ട് പറയുന്നു. വൈരുദ്ധ്യങ്ങൾ ഒരുപാടാണ്. ഇത് ഇവരെ ആക്ഷേപിക്കുന്ന എളമരം കരിയും ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 2014 ഇവിടെ സമരം ചെയ്തയാളാണ്. ഇവിടെയാണോ സമരം ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോ സഖാവ് ഇവിടെ തന്നെയല്ലേ ചെയ്തത്, അതേ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് ഈ ഉപരോധ സമരത്തെ തകർക്കുവാൻ വേണ്ടി നിങ്ങൾ ഒരു ട്രെയിനിങ് ക്യാമ്പ് വെച്ചിരുന്നു. ആ ട്രെയിനിങ് ക്യാമ്പ് വെച്ചാൽ ഇവിടെ ഉപരോധം ഉണ്ടാകില്ല എന്ന് കരുതിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു. ഈ അമ്മമാരുടെ വലയം തോന്നിച്ച ഈ ഗേറ്റിലൂടെ ഒന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പോകുവാൻ നിങ്ങളുടെ പോലീസ് പടയ്ക്ക് സാധിക്കുമോ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുവാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ ഇന്ന് വെച്ചത് പാലിയേറ്റീവ് ട്രെയിനിങ് ആണ്. ഈ അമ്മമാർക്ക്, നമ്മുടെ നാട്ടിൽ തളർന്നു വീണ് കിടക്കുന്ന മനുഷ്യന്മാരെ പരിചരിക്കുവാൻ ഇനി ഒരു ട്രെയിനിങ്ങും ആവശ്യമില്ല. അതൊക്കെ ചെയ്ത് ശീലിച്ച ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഇൻഡാസ് ഇറങ്ങിയാൽ പൊളിയുന്ന സമരങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അത് ചെയ്യുന്നവരല്ല ഈ അമ്മമാരെന്ന് നിങ്ങൾ ഓർക്കുന്നതായിരിക്കും. മിസ്റ്റർ പിണറായി വിജയൻ, ശ്രീമതി വീണ ജോർജും അടക്കമുള്ള മന്ത്രിമാരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ ഇരിക്കുന്നത് അമ്മമാരാണ്. അമ്മമാരുടെ കണ്ണീര് വീഴ്ത്തിയവരാരും ഗതി പിടിച്ചിട്ടില്ല എന്നുള്ള ഓർമ്മ നിങ്ങൾക്കൊക്കെ ഉണ്ടാകണം. ഈ കേരളത്തിലെ ആശാവർക്കർമാരെ നമ്മുടെ ജോലി ചെയ്ത കൂലി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന 2018 മുതൽ നടപ്പിലാക്കിയ ആ മാനദണ്ഡങ്ങൾ പിൻവലിച്ചുത്തരവായിരിക്കുന്നു. 2018 മന്ത്രി വിളിച്ചു ചേർത്ത ഒരു ചർച്ചയിൽ വെച്ചാണ് CI2ന്റെ ആവശ്യപ്രകാരം 10 മാനദണ്ഡങ്ങൾ അടിച്ചേൽപ്പിച്ചത്. ആ കാലം മുതൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നമ്മുടെ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സമരങ്ങൾ നടത്തുകയായിരുന്നു. നമ്മൾ ഈ തെരുവിൽ വന്നിരിക്കുമ്പോഴും നമ്മൾ വെച്ചൊരു ഡിമാൻഡുണ്ട്, മാനദണ്ഡങ്ങൾ പിൻവലിക്കുക. പണി ചെയ്തിട്ട് കൂലി തരാൻ സമയത്ത് മാനദണ്ഡങ്ങൾ വെച്ച് അത് തിരിച്ചെടുക്കുന്ന നടപടി പിൻവലിക്കണമെന്ന് ഈ ഉപരോധ സമരത്തിന്റെ വേളയിൽ ഇതാ ഉത്തരവ് വന്നിരിക്കുന്നു. ഇത് നമ്മുടെ മാത്രം വിജയമാണ്. കേരളത്തിലെ ആശാ തൊഴിലാളികൾ നടത്തിയ ഐതിഹാസികമായ സമര പോരാട്ടത്തിന്റെ വിജയമാണ്. നമ്മൾ ഒന്നൊന്നായി നേടിക്കൊണ്ടിരിക്കുന്നു. കൃത്യം 1 മാസം പിന്നിടുമ്പോൾ ഓണനാണയം അനുവദിക്കാൻ നിർബന്ധിതമായിരിക്കുന്നു. കഴിഞ്ഞ 18 വർഷക്കാലവും 7-8 മാസം കൂടുമ്പോഴാണ് ആശാവർക്കർമാർക്ക് 1 മാസത്തെ ഓണനാണയം ഇൻസെന്റീവ് കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മൾ ഈ സമരം തുടങ്ങിയപ്പോൾ 3 മാസത്തെ കുടിശ്ശിക നിർത്തു. ഇപ്പോൾ ഇന്നലെ ഈ ഫെബ്രുവരി മാസത്തെ ഓണനാണയം വന്നു. ഇപ്പോൾ മാനദണ്ഡങ്ങൾ പിൻവലിച്ചിരിക്കുന്നു. നമ്മൾ ഉന്നയിക്കുന്ന ഡിമാൻഡ് വിജയിച്ചു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ധൈര്യപൂർവ്വം നമ്മുടെ ഡിമാൻഡ് നേടിയെടുക്കുന്നവരെ മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആശാ വർക്കേഴ്സിന്റെ സമരം ഇന്ന് 36ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കണം, മറ്റ് മാനദണ്ഡങ്ങൾ ഒഴിവാക്കണം തുടങ്ങിയ ആവശ്യങ്ങളുമായിട്ടാണ് അവർ രാപ്പകൽ സമരം ആരംഭിച്ചത്.
35 ദിവസം പിന്നിട്ടിട്ടും അവരുടെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് പൂർണ്ണമായും ഉപരോധിക്കുന്ന തരത്തിലേക്ക് അവരുടെ സമരം അവർ മാറ്റിയിരിക്കുന്നത്. ആശമാർ ഉന്നയിച്ച ആവശ്യങ്ങൾ ഓരോന്നായി അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന മാനദണ്ഡങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വന്നു എന്നാണ് ആശാ വർക്കേഴ്സ് ഇന്ന് പറഞ്ഞത്. എന്നിരുന്നാലും തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തങ്ങളുടെ അവകാശങ്ങളെല്ലാം നേടിയെടുക്കും വരെ അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആശാ വർക്കേഴ്സ് പറയുന്നത്.